കുംഭമേളയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. ഇതുവരെ സ്നാനത്തിന് വേണ്ടി എത്തിയത് 10 കോടിയിലധികം തീർത്ഥാടകരാണ്. ഒപ്പം തന്നെ കർശനമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിഖിൽ കുമാർ ചേരുന്നുണ്ട് പ്രയാഗ്രാജിൽ നിന്നും. നിഖിൽ, എന്തൊക്കെ മറ്റു വിശേഷങ്ങളാണ് കുംഭനഗരിയിൽ നിന്നുള്ളത്? നിഖിൽ കുമാർ ചേരുന്നുണ്ട്. നിഖിൽ, കുംഭനഗരിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഈ കുംഭനഗരിയിലേക്ക് തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണുള്ളത്. ഇപ്പോഴും വലിയ ഒരു ഒഴുക്ക് തന്നെയാണ്. കാരണം ഇനി അടുത്ത സ്നാനം വരാനിരിക്കുന്നത് 29-ാം തീയതിയാണ്. അതിന് മുന്നോടിയായി തന്നെ തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. അത് പ്രകാരം 10 കോടി ആളുകൾ ഇതുവരെ ഈ ഒരു കുംഭനഗരിയിൽ സ്നാനത്തിന് വേണ്ടി എത്തി എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഔദ്യോഗികമായ കണക്ക് പ്രകാരം 10 കോടി ആളുകൾ സ്നാനത്തിന് വേണ്ടി ഇവിടെ ഈ കുംഭനഗരിയിലേക്ക് എത്തി എന്നുള്ളതാണ് കണക്കുകൾ. അതൊപ്പം തന്നെ ഇപ്പോഴും ഇന്നും തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് തന്നെ ഇവിടേക്കുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഒപ്പം ലോകത്തിന്റെ തന്നെ പല ഭാഗത്തു നിന്നുമുള്ള തീർത്ഥാടകർ സ്നാനത്തിന് വേണ്ടി ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത് സുരക്ഷയുടെ കാര്യത്തിലേക്കാണ്. കാരണം ഇതുവരെയും പഴുതടച്ച സുരക്ഷ തന്നെ ആയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ VIP സന്ദർശനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത ദിവസം എത്തുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ ഇരിക്കുന്നു. രാഷ്ട്രപതി അടക്കമുള്ള ആളുകൾ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരാഴ്ചക്കുള്ളിൽ അടക്കം ഇവരുടെ സന്ദർശനം ഇനി അങ്ങോട്ട് വരുന്നത് പരിഗണിച്ച് തന്നെ ഇവിടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയകരമായ കാര്യം. ഒപ്പം തന്നെ തീർത്ഥാടകരുടെ ഒഴുക്ക് അത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും തീർത്ഥാടകർ ഇപ്പോഴും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വൈകിയ വേളയിലും ഇവിടേക്ക് തീർത്ഥാടകർ വലിയൊരു ഒഴുക്ക് തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള തീർത്ഥാടകർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിഷ്ണു, ശരി, നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.